എല്ലാവർക്കും മേരീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴച്ചുണ്ടും ഉണക്കപ്പയറും കൂടിയാണ്. ഈ വാഴച്ചുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ ഇത് ബ്രിസ്റ്റൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക്. ഇനി ഈ ചുണ്ട് വാടിയതൊക്കെയാണോ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ പോള ഒരു 5-6 എണ്ണമെങ്കിലും പൊളിച്ച് കളയുന്നുണ്ട്. ഇപ്പം ഞാൻ പോളയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞെടുക്കുന്നതിന് ഇതിൻ്റെ അറ്റം ഞാൻ കുറച്ച് കണ്ടിച്ച് കളയുന്നുണ്ട്. കണ്ടോ, ഇത് കണ്ടിച്ച് കളയും. അവിടെ ഭയങ്കര കറയായിരിക്കും. ഇനി ഇത് നല്ലവണ്ണം കുത്തിപ്പിടിച്ച് നല്ലവണ്ണം കൊത്തി അരിയണം. കൊത്തി അരിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ ഇത് നല്ലവണ്ണം കൊത്തിയിട്ട് ചെരിച്ച് പിടിച്ച് വേണം അരിയാൻ. അങ്ങനെ എന്നിട്ട് അതിൻ്റെ കൂഞ്ഞിലെടുത്ത് മാറ്റിക്കളയണം. ആ കൂഞ്ഞിൽ അരിയരുത്. അപ്പം ഞാനിതെല്ലാം അരിഞ്ഞ് വെച്ചുകൊണ്ട് വരാം. അപ്പം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വേണം അരിയാൻ. ഇനി ഇതിൻ്റെ കറ കളയാൻ വേണ്ടി വെളിച്ചെണ്ണ കയ്യിലൊഴിക്കണം. നല്ലോണം വെളിച്ചെണ്ണ കയ്യിലോട്ട് ഒഴിച്ചിട്ട് 2 കൈയും കൂടെ ഇട്ട് തൂക്കണം. 2 കൈയിലും കൂടെ ഇട്ടിട്ട് ഈ ഇതിലിട്ട് നല്ലവണ്ണം തിരുമണം. ഈ വാഴച്ചുണ്ട് അരിഞ്ഞത് നല്ലവണ്ണം തിരുമ്മി കഴിയുമ്പോൾ കറയുണ്ടെങ്കിൽ അത് നൂല് പോലെ ഇറങ്ങി വരും. ആ നൂല് ചുറ്റിച്ചെടുക്കണം. അതിന് വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഈർക്കിളിയാണ്, നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള ഒരു ഈർക്കിളിയാണ്. ഇത് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിട്ട് നല്ലവണ്ണം ചുറ്റിക്കണം. ചുറ്റിച്ചിട്ട് കറയുണ്ടെങ്കിൽ ഇത് ഈ ഈർക്കിളിയാൽ ചുറ്റി വരും. അങ്ങനെ നമുക്ക് കറ എടുത്ത് കളയാം, ഉള്ളതെടുത്ത് കളയാം. ഇപ്പം ഞാനിവിടെ എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേണം ഇങ്ങനെ വേണം ഇരിക്കാൻ. ഇനി ഇതിനെ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെക്കാം. അതിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇത്തിരി ഏറെ വേണം. ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു വെളുത്തുള്ളി ഞാൻ കീറി ഇടുന്നുണ്ട്. പിന്നെ ഞാനിടുന്ന കാന്താരിമുളകാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിന് എരിവ് അനുസരിച്ചിടാം. ഞാൻ ഇച്ചിരി എരിവ് കൂടുതൽ വേണം. സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കാം. ഇനി ഞാൻ കുക്കർ തുറന്ന് നോക്കട്ടെ. ഇപ്പം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. വെള്ളമയമൊന്നും അധികം ഇല്ല. ഇതിലുള്ള വെള്ളമയം മതി. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇട്ട് നിരത്തി കൊടുക്കണം. അപ്പം ഇനി ഇതിലേക്ക് അരപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അരപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കതിലേക്ക് ഇട്ട് നല്ലവണ്ണം അത് നിരത്തി കൊടുക്കണം. ഇത് ഒതുക്കിയാൽ മാത്രം മതി. ഈ തേങ്ങയൊക്കെ ചുമ്മാതെ വെച്ചിട്ടേ ഉള്ളൂ. ആവി വന്നാൽ മാത്രം മതി. ഇപ്പം അത് ആവി വന്നിട്ടുണ്ട്. ഉണ്ടോ, നല്ലോണം ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കണം. അടി തീർത്ത് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കണം. അല്ലെങ്കിൽ വെള്ളമേ അധികം ഇല്ലാത്ത കാരണം അടി പിടിക്കും. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്നുകൂടെ ഇളക്കണം. നല്ലോണം ഉണ്ടോ, ഉപ്പെല്ലാം നല്ലോണം യോജിച്ച് ആ തേങ്ങയും മുളകും എല്ലാം പിടിക്കണം ഇതല്ലേ. ഇപ്പം ഇത് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിച്ച് ചേർക്കാം. അതിനിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വത്തലമുളക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ. ഇപ്പോൾ ഇത് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം മൂപ്പാകാറായിട്ടുണ്ട്. ഇപ്പോൾ നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം അടി തീർത്ത് ഇളക്കി കൊടുക്കണം. ഈ എണ്ണയും ഈ കടുക് പൊട്ടിച്ചതെല്ലാം ഇതേ പിടിക്കണം. നല്ലവണ്ണം എന്നാൽ കുഴഞ്ഞും പോകരുത്. അത് ആ രീതിയിൽ വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിവിടെ നല്ലവണ്ണം എല്ലാം യോജിച്ച് ആവിയെല്ലാം വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ലവണ്ണം ഉണ്ട്. ഇനി ഇപ്പം നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ ചുണ്ടും പയറും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.